കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച മൊത്തം എമ്പുരാനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് എമ്പുരാന്റെ അപ്ഡേറ്റ് എവിടെ, എമ്പുരാന്റെ അപ്ഡേറ്റുകൾ കാണാനില്ല, എമ്പുരാൻ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന തലക്കെട്ടിൽ മാത്രം എത്ര നൂറുകണക്കിന് വീഡിയോകളാണ്. അതായത് പല ചാനലുകളും 10-30 വീഡിയോകൾ ഒരേ സബ്ജക്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ് എമ്പുരാൻ സിനിമക്ക് സംഭവിച്ചതെന്ന് അറിയാത്ത ഒരു കൺഫ്യൂസിംഗ് ആയ ഒരു സിറ്റുവേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായി. അതിനുശേഷമാണ് മാർച്ച് 14 എന്നുള്ള ദിവസത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? നിശബ്ദത. ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്. ഈ സിനിമയ്ക്ക് ഏകദേശം 14-15 ദിവസത്തോളം യാതൊരു അപ്ഡേറ്റും ഇല്ലാത്ത ദിവസങ്ങളുണ്ടായി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 26-ാം തീയതി മാർച്ചിലാണ് ക്യാരക്ടർ പോസ്റ്റേഴ്സിന്റെ അവസാന പോസ്റ്ററായ മോഹൻലാലിന്റെ പോസ്റ്റർ, അതായത് ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫന്റെ ഫോട്ടോ ഇറങ്ങിയത്. അതിനുശേഷം ഈ സിനിമയെ കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇതിന്റെ നിർമ്മാതാക്കളിൽ നിന്നോ സംവിധായകരിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ 26 മാർച്ച് കഴിഞ്ഞു. പിന്നെ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, പുതിയ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങുന്ന ആ ഗ്യാപ്പിൽ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പടർന്നു. പല കാര്യങ്ങളും അതിൽ ശരിയുമായിരുന്നു. അതിൽ പ്രധാനമായ സംഭവം ഉണ്ടായത് പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സായ ലൈക്കയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് അങ്ങനെ തന്നെയാണെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ശരിവെക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഒരുപാട് അഭ്യൂഹങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിലെ കുറെ ഹേറ്റേഴ്സ്, അതായത് നമ്മുടെ സൂപ്പർ താരങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ, അതായത് സിനിമയ്ക്കുള്ള ഹേറ്റേഴ്സും സൂപ്പർ താരങ്ങൾക്കുള്ള ഹേറ്റേഴ്സും ഒരു പുതുമയല്ലല്ലോ. പലരും ആഗ്രഹിച്ച പോലെ ഈ സിനിമയുടെ റിലീസ് ഡേ മാറിപ്പോവുകയാണ്. ഈ സിനിമ ഇനി അടുത്തൊന്നും റിലീസ് ഉണ്ടാവില്ല. കാരണം ഏപ്രിൽ കഴിയുമ്പോൾ ഒരുപാട് വലിയ സിനിമകളുടെ റിലീസ് ഡേറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഒരുപാട് കൺഫ്യൂസിംഗ് ആണ് സിനിമ ആരാധകർക്കിടയിൽ സമ്മാനിച്ചത്. അതിനുശേഷം ഈ സിനിമ ഇറക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഗോകുലം ഗോപാലൻ എന്ന നിർമ്മാതാവും ഗോകുലം മൂവീസ് ഈ ഒരു സീനിലേക്ക് കയറി വരികയും പിന്നീടാണ് 14-ാം തീയതി രാവിലെ പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം, 2 മണി 3 മണി, ആ ഒരു ഗ്യാപ്പ്, ആ ഒരു സമയത്താണ് ഇതിന്റെ ഒരു പോസ്റ്റർ ഇറക്കുന്നത്. ഈ പോസ്റ്റർ ഈ സിനിമയെ കുറിച്ച് ഉള്ള ഈ സിനിമയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ടതും മൊത്തത്തിൽ ഈ ഒരു അഭ്യൂഹങ്ങൾ നിന്ന ഈ ഒരു 10-14 ദിവസത്തെ അതിനുകൂടിയുള്ള മറുപടി എന്നോണാണ് അതിന്റെ ക്യാപ്ഷനും വന്നത്. അതായത് അതിൽ പോസ്റ്റർ പറഞ്ഞ വേർഡിങ്, ഖുറേഷി അബ്രാം ഒരു കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു അത്. അതിനകത്തുണ്ടായിരുന്ന വേർഡിങ് എന്തായിരുന്നു വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും ഉയരങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സമയത്താണ് പിശാച് നിങ്ങളെ തേടി വരുന്നതെന്നാണ്. ഈ ഒരു വാചകം ഡെൻസൽ വാഷിംഗ്ടൺ നമ്മുടെ കുപ്രസിദ്ധമായ ഓസ്കാർ ചടങ്ങിൽ വിൽ സ്മിത്ത് ചെയ്ത ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു റിലീജിയസ് പേഴ്സൺ കൂടിയായ ഡെൻസൽ വാഷിംഗ്ടൺ അന്ന് അങ്ങനെ പറയുകയുണ്ടായി. നിങ്ങൾ ഉയരത്തിലെത്തുമ്പോൾ നിങ്ങളെ പിശാച് പിന്തുടരുക, ആ സമയം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മുടെ ആക്ഷൻസ്, അത് നമ്മളെ താഴേക്ക് വലിച്ചിടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. പിന്നെ അതിന്റെ പോസ്റ്ററിനുള്ള ആ ഒരു റൈറ്റിനപ്പുറം അതിനൊരു ക്യാപ്ഷൻ കൂടി കൊടുത്തു. അതായത് ഈ ഒരു 14 ദിവസത്തെ ഒരു ഗ്യാപ്പിനെ ഒരു സാധൂകരിക്കുന്ന രീതിയിലും പിന്നെ ഇതിനെ വിറ്റ് പരമാവധി കാശാക്കാൻ ശ്രമിച്ച ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റീവ് അതായത് അഭ്യൂഹങ്ങളിൽ നിന്ന്, ഊഹാപോഹങ്ങളിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്ന മീഡിയാസ് ഉണ്ടാക്കിയ ചില ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അവര് ഇനി ഇത് വരില്ല, ഇതൊരു പിന്മാറ്റമാണ്, ഈ സിനിമ ഇനി പറഞ്ഞ സമയത്ത് ഇറങ്ങില്ല, അങ്ങനെ പല അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ക്യാപ്ഷനിൽ വന്നത്. അതായത് പിശാജിന്റെ ഇതുവരെ ചെയ്ത ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് വെച്ചാൽ, പിശാജ് ഇല്ല എന്ന് തന്നെ ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കുക. ആ ഒരു ക്യാപ്ഷനാണ് ചെയ്തത്. അതായത് ഇത്രയും നാൾ പിശാജ് ഇല്ല എന്ന് വിശ്വസിച്ചെടുത്ത് ഈ ഒരു പോസ്റ്റർ വരികയാണ്. അപ്പോ ആ പോസ്റ്റർ വരുമ്പോൾ തന്നെ അതിലും ആൾക്കാർ പിന്നെയും അഭ്യൂഹങ്ങൾ ചെയ്യാൻ നോക്കി. ഇനിയും നമുക്ക് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്തേക്കാണ് ഗോകുലം ഗോപാലന്റെ ഇൻട്രൊഡക്ഷൻ സിനിമയ്ക്കകത്ത് ഒഫീഷ്യലി വരുന്നത്. ആ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിനകത്ത് തന്നെ ആ ഒരു ഇല്യൂമിനാറ്റി സിംബൽ ഒക്കെ വെച്ചുള്ള ആ ഒരു പോസ്റ്ററിനകത്ത് തന്നെയാണ് 27-ാം തീയതി തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സിനും എന്തിനാണെന്നല്ല, പല കാരണങ്ങൾ കൊണ്ട് ഈ സിനിമയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ട്, ഈ ഒരു നടന് ഹേറ്റേഴ്സ് ഉണ്ട്. ആ ഹേറ്റേഴ്സിനുള്ള ഒരു മറുപടിയായി ഈ ദിവസം തന്നെ സിനിമ സംഭവിക്കും എന്ന് വരികയാണ്. അത് കഴിഞ്ഞാണ് വേറൊരു അപ്ഡേറ്റ് വരുന്നത്. അത് ആ പൃഥ്വിരാജ് ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്കകത്ത് അദ്ദേഹം പറയുന്ന ക്യാപ്ഷനും ഇതെല്ലാം ഇവർ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനായിട്ട് ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് ഓരോ ക്യാപ്ഷനും ഈ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പൃഥ്വിരാജ് പറയുന്നു MI ഷൂട്ട് ചെയ്ത അതേ ഒരു സംഭവം, ആ ഒരു ലൊക്കേഷൻ അന്വേഷിച്ച് നടന്ന് അവസാനം
എല്ലാ ദിവസവും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് അതെന്ന് പിന്നെയാണ് കണ്ടുപിടിച്ചതെന്ന്. ഇത് വേറെ തരത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത്, അതായത് പല പാർട്ട്നേഴ്സ് പല രീതിയിൽ ഈ സിനിമ സാധ്യമാക്കാൻ ശ്രമിച്ച് പല വഴിക്ക് പോയെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ അതിനുള്ള സാധനം ഉണ്ടായി. അതായത് ഗോകുലം ഫിലിംസ് എന്നുള്ളത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോസ്റ്ററും കൂടി വന്നതിന് ശേഷം പിന്നെ ഇതിന്റെ ഷോ ടൈമിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായി തുടങ്ങുമ്പോഴേക്കും ഇതാ ഇപ്പോൾ ലേറ്റസ്റ്റ് പോസ്റ്റർ വന്നിരിക്കുന്നു. അതിനകത്ത് കൃത്യമായി കാലത്ത് 6 മണിക്കാണ് ഷോ. അതായത് ലോകത്തുള്ള എല്ലാ ടൈമിങ്ങുകളും ഈ ഒരു ടൈമിങ്ങുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അത് ഇതേ ടൈം പാറ്റേൺ പല നാട്ടിൽ പല ടൈം ആയിരിക്കും. എന്തായാലും അതേ ടൈമിൽ തന്നെയായിരിക്കും എല്ലായിടത്തും ഇതിന്റെ ഫസ്റ്റ് ഷോ പ്ലേ ചെയ്യുക എന്നുകൂടെ ഇതിന്റെ മേക്കേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു സിനിമ എന്ന് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും വലിയ സിനിമ എന്ന് സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞ് എടുത്തതെന്നും ഇതൊരു പിൻവാങ്ങലിലേക്ക് എന്നുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞ് വീണ്ടും അത് സംഭവത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അപ്ഡേറ്റ്സിനായി മുറവിളി കൂട്ടിയവർക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഷോ തീരുമാനിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ സിനിമയ്ക്ക് കൃത്യം ഒരാഴ്ച മുമ്പ് തന്നെ എമ്പുരാന്റെ 1ാം ഭാഗമായ ലൂസിഫറിന്റെ റിലീസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന അത് 27-ാം തീയതി റിലീസ്, 20-ാം തീയതി ലൂസിഫറിന്റെ റിലീസ് ഉണ്ട്. അതിന്റെയും പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. റിലീസിന്റെ ട്രെയിലറും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലീസ് ട്രെയിലർ ഇറങ്ങിയ സമയത്താണ് ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് വീണ്ടും ചർച്ചകൾ വരുന്നത്. അപ്പോൾ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അന്നോ അതിനു മുൻപോ എന്തായാലും റിലീസ് ട്രെയിലർ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം റിലീസിന്റെ കൂടെ തന്നെ ആ ട്രെയിലറും തിയേറ്ററിൽ എത്തിക്കാൻ തന്നെയായിരിക്കും മേക്കേഴ്സിന്റെ ശ്രമം. കാരണം ആ ഒരു വൈഡ് ഓഡിയൻസ് ആ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ആണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ലൂസിഫറിനെ കുറിച്ച് ഓൾറെഡി ഇത്രയും എല്ലാവർക്കും അറിയാം. അതിക്ക് മേലേക്ക് വരുന്ന ഒരു സിനിമയാവട്ടെ എമ്പുരാൻ എന്ന് എല്ലാവരെയും പോലെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാന്റെ ഈ വിവാദങ്ങളും ഇതിൽ ഉണ്ടായ ഔട്ട്കം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റുകളിൽ പങ്കുവെക്കണം. താങ്ക് യു.